വാർഡ് മെമ്പർ ബാബു ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ബാബു, താങ്കൾക്ക് ലഭ്യമായ വിവരം എന്താണ്? എങ്ങനെ, എത്ര വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനിയും എത്ര പേരെ കിട്ടാനുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും ഈ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലെ വീടുകൾ പൂർണ്ണമായും തകർന്നു. അതിന്റെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ റെസ്ക്യൂ ടീമടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. മുണ്ടക്കൈ പ്രദേശത്തേക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. പുഴ മറികടക്കാൻ പറ്റുന്നില്ല. മുണ്ടക്കൈ പ്രദേശമായിട്ടുള്ള ബന്ധം നൂലമല പാലം തകർന്നതോടെ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കടക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാവരും. അവിടെ പൂർണ്ണമായിട്ടും അവിടുത്തെ വിവരം ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. ഈ മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ എത്ര മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടി? അങ്ങനെ കണക്ക് അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇപ്പൊ 5ഓളം മൃതദേഹങ്ങൾ കിട്ടി. ഞാനിപ്പോ മൃതദേഹം കിട്ടിയ പ്രദേശത്ത് നിന്ന് കുറെ മുകളിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ 5ഓളം മൃതദേഹങ്ങൾ നേരത്തെ ഞാൻ ആ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ എത്രത്തോളം ആയി എന്നുള്ളത് പൂർണ്ണമായ ഒരു വിവരം ലഭ്യമല്ല. അവിടെ എത്ര പേര് താമസിക്കുന്ന സ്ഥലമാണ് ശ്രീ ബാബു? അവിടെ ഏകദേശം ഒരു 30-35ഓളം കുടുംബങ്ങൾ ഈ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ തുവലമല മാത്രം ഉണ്ടായിരുന്നു. 350 കുടുംബത്തോളം മുണ്ടക്കൈ പ്രദേശം, മുണ്ടക്കൈ പാനമാളിലുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരെ കുറിച്ച് ഒരു ധാരണയില്ല നമുക്ക്. നമ്മള് പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് കുറെ പേരെ മാറ്റി പാർപ്പിച്ചു, ബന്ധുവീടുകളിലും അതുപോലെ തന്നെ ക്യാമ്പിലൊക്കെ. അതല്ലാതെ മാറാൻ സംബന്ധിച്ച ആൾക്കാരെ കുറിച്ചൊരു ധാരണ ഇപ്പോഴും നമുക്കില്ല. അവിടുത്തെ എസ്റ്റേറ്റ് മാനേജറുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരെ അവരെ ബംഗ്ലാവിലേക്ക് മാറ്റിയതായി അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ള വിവരങ്ങളൊന്നും പൂർണ്ണമല്ല. ഈ നാട്ടുകാർക്ക് മറ്റ് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നുണ്ടോ ഈ സ്ഥലത്തേക്ക്? കഴിയുന്നില്ല. ഇതുവരെ നമുക്ക് അങ്ങോട്ട് മുണ്ടക്കൈക്ക് പിന്നെ പുറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പഴയ അത്രയും ശക്തിയേറിയ കുത്തൊഴുക്കാണ്. ഈ താങ്കൾ ഇപ്പൊ നിൽക്കുന്നത് ഏത് സ്ഥലത്താണ്? ഞാന് മുണ്ടക്കൈ തുവലമല വേർതിരിക്കുന്ന പുഴയുടെ സൈഡിലാണ്. ഈ ഉരുൾപൊട്ടി വന്ന പുഴയുടെ സൈഡിലാണ് ഇപ്പൊ ഉള്ളത്. എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ശരി 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 താങ്കളിലേക്ക് വരാം താങ്കളിലേക്ക് വരാം എന്ന് കരുതുന്നു. ഏതായാലും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അനവധി കുടുംബങ്ങൾ ഈ അപകടത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. ശ്രീ ബാബു, അവിടെ നമുക്ക് എല്ലാവർക്കും അവിടെ ആളുകൾ, രക്ഷാപ്രവർത്തകരൊക്കെ ഉണ്ടോ? അവിടെ NDRF സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ? എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷാപ്രവർത്തനം പൂർണ്ണമാകും തോന്നുന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന മുണ്ടക്കൈ ഈ പുഴയിൽ അപ്പുറം താമസിക്കുന്നവരെ നമുക്ക് ഇപ്പൊ എത്തിക്കാൻ ഹെലികോപ്റ്റർ സംവിധാനം എന്തെങ്കിലും ഏർപ്പെടുത്തി. ആ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയി അല്ലേ? ഒറ്റപ്പെട്ടു. ഒരു കാരണവശാലും നമുക്ക് കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. വലിയ ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ച് പോവാണോ? അതെ, വളരെ ശക്തിയോട് കൂടിയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 1 മണിക്കാണോ ഈ വലിയ ദുരന്തം ഉണ്ടായത്? ഒരു 1:30 കൂടിയാണ്. ഇന്നലെ ഉച്ചവരെ ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി കുറെ പേരെ മാറ്റി പാർപ്പിച്ചതാണ്. മഴയുണ്ടായിരുന്നല്ലേ? അതിശക്തമായിട്ട് മഴയുണ്ടായിരുന്നു. ഞങ്ങള് സന്ധ്യയോട് കൂടിയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഒരു 2 മണിക്കാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ ഏകദേശം 1:30 കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടിയിട്ടുള്ളത്. എത്ര 1, 2, 3 ഉരുൾപൊട്ടൽ ശബ്ദം കേട്ടു? വലിയ ശബ്ദമായിരുന്നു. അതെ. ഒരു ഏകദേശം ഒരു പ്രദേശം മൊത്തത്തിൽ ഇങ്ങനെ പോന്നിട്ടുണ്ട്. വളരെ ഭീകരതയാണ്. വീടുകളിൽ നിന്നും തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വീട്ടിലാണ് ഇവിടെ ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി താങ്കളിലേക്ക് വരാം. താങ്കൾ രക്ഷാപ്രവർത്തനം